രണ്ട് ഖണ്ഡിക മാത്രമാണ് മുമ്പ് പാടിയിട്ടുള്ളത്. അത് മാത്രമേ ഞങ്ങൾ പാടൂ. അതിലിപ്പോ വലിയ അത്ഭുതമൊന്നുമില്ല. എന്ത് വന്നാലും പിടിയിലാകുന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. പിന്നെ ഒന്ന് രണ്ട് ദിവസം ഒരു ഷോ കാണിച്ച് നടക്കാൻ കഴിഞ്ഞു എന്ന് മാത്രം. ആർക്കും ഒളിവിലിരുന്ന് പോസ്റ്റ് ഇടാൻ തടസ്സമൊന്നുമില്ലല്ലോ. ഏതായാലും പിടിക്കുന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. പിടിക്കുകയും ചെയ്തു. വേറൊരു കാര്യം, ഈ വന്ദേമാതരം ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് വന്ദേമാതരം പാടണമെന്ന് ചീഫ് സെക്രട്ടറിയുടെ നിർബന്ധം. അതിപ്പോ കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങളാണ് സാധാരണ ചീഫ് സെക്രട്ടറി സർക്കുലറായിട്ട് കൊടുക്കാറുള്ളത്. പക്ഷെ കേരളത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഞങ്ങൾ മുമ്പ് പാടിയിരുന്ന രണ്ട് ഖണ്ഡിക മാത്രമേ പാടൂ. സംസ്ഥാന സർക്കാരിന്റെ ഏത് പരിപാടിയിലും രണ്ട് ഖണ്ഡിക മാത്രമാണ് മുമ്പ് പാടിയിട്ടുള്ളത്. അത് മാത്രമേ ഞങ്ങൾ പാടൂ. അത് കേന്ദ്രത്തിന്റെ നിർദ്ദേശം. കാരണം അതിനു മുമ്പ് പൊതുഭരണ വകുപ്പ് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. അത് 4-ാം തീയതിയായിരുന്നു. 6-ാം തീയതി അത് മറികടന്നിട്ടാണ് ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഒരു കത്ത് വരുന്നത്. അതെ, ചീഫ് സെക്രട്ടറി ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം സെൻട്രലിന്റെ ചില കാര്യങ്ങളും നടപ്പാക്കാനുള്ള ഒരു ബാധ്യത അദ്ദേഹത്തിനുണ്ട്. പക്ഷെ കേരളം അത് അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ പഴയ ഞങ്ങളുടെ സിസ്റ്റത്തിൽ തന്നെ, ആ സിസ്റ്റവുമായിട്ട് സംസ്ഥാന സർക്കാരിന്റെ ഏത് പരിപാടിയിലും ഞങ്ങളുടെ പഴയ പ്രോട്ടോകോൾ തന്നെയാണ് ഞങ്ങൾ പാലിക്കുക. രണ്ട് ഖണ്ഡിക മാത്രമേ പാടൂ. സത്യപ്രതിജ്ഞ ഗവർണറുടെ സാന്നിധ്യത്തിലാണ്. ഇപ്പൊ എല്ലായിടത്തും അങ്ങനെയായിരുന്നല്ലോ. എല്ലാ സംസ്ഥാനങ്ങളിലും ഗവർണർ പങ്കെടുക്കുന്നതിൽ സെൻട്രൽ ഗവൺമെന്റ് പ്രോട്ടോകോളാണ് പാലിക്കുന്നത്. പക്ഷെ കേരള ഗവൺമെന്റിന്റെ ഒരു പരിപാടിയിലും കേന്ദ്രത്തിന്റെ പ്രോട്ടോകോളല്ല, ഞങ്ങളുടെ പ്രോട്ടോകോളാണ് ഞങ്ങൾ പാലിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഹാർട്ട് ലങ് മെഷീൻ ഒരു മാസമായി കേടായിട്ട് 4 ശസ്ത്രക്രിയ നടക്കേണ്ടത് 2 നടക്കുന്നുള്ളൂ. രോഗികൾ ഈ ശസ്ത്രക്രിയ വൈകുന്നത് കൊണ്ട് പരാതി ഉന്നയിക്കുന്നുണ്ട്. ഇല്ല, അതൊക്കെ നേരെയാക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടൊക്കെയുണ്ട്. അതിന് കാര്യമായിട്ടുള്ള കുഴപ്പമൊന്നുമില്ല. ചില കാര്യങ്ങളിൽ മാത്രം ഒരു പുതിയ മിഷൻ അവിടെ കൊണ്ട് സ്ഥാപിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. മിഷൻ CSR ഫണ്ട് ഉപയോഗിച്ച് മിഷൻ വാങ്ങും. അത് ഏതാണ്ട് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. ഇല്ല, അവിടെ പുതിയതായിട്ട് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ സർക്കാർ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ തന്നെ ഉണ്ട്. ഞങ്ങൾ അതിൽ ബെഡും വെക്കണം, സ്റ്റാഫിനെ വെക്കണം. ആ ജോലി ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 മാസം കൊണ്ട് ഔദ്യോഗിക